അതിലുള്ള പറയുന്ന രണ്ട് രീതിയിൽ ഉണരുന്ന മനുഷ്യന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമത്തെ വിഭാഗം വളരെ അലസമായി ഉണരുന്നു, യാതൊരു താല്പര്യമില്ല, ഉണരണമെന്നേ താല്പര്യമില്ല. ഇനി എത്ര വേണമെങ്കിലും അങ്ങനെ ഉറങ്ങാനും അവർക്ക് യാതൊരു പ്രയാസം ഉണ്ടാവില്ല. വളരെ അലസമായി ഉണരുന്ന മനുഷ്യർ, ഒരു രസമില്ലാത്ത പുലരിയാണ് അവരുടെ. രണ്ടാമത്തെ വിഭാഗം എന്താണ്? ബേജാറായി ഉണരുന്ന ആളുകൾ, എണീക്കുന്നു, പുതപ്പെറിയുന്നു, നേരെ അടുക്കളയിലേക്ക് ഓടുന്നു, ഇങ്ങനെയുള്ള ആളുകൾ. ഇതും രസമില്ലാത്ത പുലരിയാണ്. പിന്നെ എങ്ങനെയാണ് ഒരു പുലരിയെ വേണ്ടതെന്നാണ് അദ്ദേഹം ഈ പുസ്തകത്തിലൂടെ പഠിപ്പിക്കുന്നത്. ഭയങ്കര രസമുള്ളൊരു പുസ്തകം. അതിൽ അദ്ദേഹം, ഞാൻ ചുരുക്കി പറയാം കേട്ടോ, അത് നമ്മുടെ കുട്ടികളുടെ കൂടെ നമുക്ക് ശീലിച്ചെടുക്കാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇപ്പം നമ്മൾ ഉണരുന്നതിൻ്റെ ഒരു അരമണിക്കൂറെങ്കിലും നേരത്തെ ഉണർന്നാൽ നമുക്ക് ചെയ്ത് തീർക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മുടെ പുലരികൾ അടിപൊളിയായിരിക്കും. അതാണ്, വളരെ പീസ്ഫുൾ ആയിരിക്കും. അദ്ദേഹം അതിൽ സേവേഴ്സ് എന്നുള്ളൊരു ടേമാണ് പറയുന്നത്. SAVERS. ഒരാൾ ഉണർന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് എസ് എന്ന് വെച്ചാൽ സൈലൻസ് എന്നാണ്. സൈലൻസ് എന്ന് പറഞ്ഞാൽ അയാളൊന്ന് ശാന്തമായി ഇരിക്കലാണ്. നമുക്കതിന് പ്രാർത്ഥന എന്ന് പറയാം, നമ്മുടെ നിസ്കാരം എന്ന് പറയാം. അതല്ലേ സൈലൻസ്? പഠിച്ചവനോടുള്ള നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷനാണ് സൈലൻസ്.